പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ റിവിഷൻ ക്ലാസ്സിൻ്റെ ഭാഗമായി 10 വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്ററാണ്. ഏവർക്കും ഒരിക്കൽ കൂടി കെം ടോക്കിലേക്ക് സ്വാഗതം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ 12 പോയിൻറ്റ്സുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഈ ചാപ്റ്റർ വളരെ കുറഞ്ഞ പോയിൻറ്റ്സേ പഠിക്കാനുള്ളൂ എന്നത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകേണ്ടതാണ്. നമുക്ക് ഓരോ പോയിൻറ്റിലേക്ക് വരാം. ഫസ്റ്റ് പോയിൻറ്റ്, സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ബ്ലൂ ഇൻ കളർ. വൈ? ലിക്വിഡ് അമോണിയയിൽ ലയിച്ചിരിക്കുന്ന ആൽക്കലി മെറ്റലിൻ്റെ ലായനി ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? ദി ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അമോണിയേറ്റഡ് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ് ബ്ലൂ കളറിന് കാരണം. ആ വാക്ക് പഠിച്ചു വെക്കുക. അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അമോണിയേറ്റഡ് ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ബ്ലൂ കളറിന് കാരണം. ഇതേ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കാം. ആൽക്കലി മെറ്റൽ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ കണ്ടക്ടർ ആകുന്നു, ചാലകങ്ങളാകുന്നു. എന്തുകൊണ്ട്? അതിൻ്റെയും കാരണം പ്രസൻസ് ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. വേറെ പ്രധാനപ്പെട്ട ചോദ്യം വരാറുണ്ട്. ഈ ലായനി പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, m+x+y(NH3). x+y(NH3) എന്ന് പറയാനുള്ള കാരണം എക്സ് നമ്പർ ഓഫ് NH3 എമ്മിൻ്റെ കൂടെയും y നമ്പർ ഓഫ് NH3 ഇലക്ട്രോണിൻ്റെ കൂടെയും പോകുന്നു. അതവിടെ കാണാം. ആ ഇലക്ട്രോണിൻ്റെ കൂടെ പോയ y നമ്പർ ഓഫ് അമോണിയ കണ്ടില്ലേ? അതിനെയാണ് നമ്മൾ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ആർ ദി അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അനോമലസ് പ്രോപ്പർട്ടീസ് നമ്മൾ എസ് ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം കാണിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവത്തിനാണ് അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയാം. ലിഥിയം ഗ്രൂപ്പിലെ, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ ആൽക്കലി മെറ്റലായ ഏത് ഫസ്റ്റ് ഗ്രൂപ്പില്ലേ, അതിലെ ആദ്യത്തെ എലമെൻ്റാണ് ലിഥിയം. ആ ലിഥിയത്തിന് അനോമലസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് അവർ കാണിക്കുന്ന അനോമലസ് പ്രോപ്പർട്ടീസ്? ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സ് കാണാൻ നോക്കിക്കോളൂ. ലിഥിയം ഗിവ് മോണോക്സൈഡ്, ബട്ട് അതേഴ്സ് ഫോം മോണോക്സൈഡ്, പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. രണ്ടാമത്, ലിഥിയം റിയാക്ട് വിത്ത് നൈട്രജൻ ഗിവ് ലിഥിയം നൈട്രൈഡ്. ബാക്കിയുള്ള ആളുകളൊന്നും അത് തരില്ല. ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വസൻറ്റ്. ലിഥിയം ക്ലോറൈഡ് വായുവിൽ അലിയും, അത് അലിഞ്ഞിങ്ങോട്ട് പോകും. എന്നാൽ മറ്റുള്ള ക്ലോറൈഡുകളൊന്നും എന്ത് ചെയ്യില്ല, അലിയില്ല. ഓക്കെ, ഇംഗ്ലീഷും മലയാളത്തിൽ നോട്ട്സ് കണ്ടല്ലോ. ഇത് പഠിച്ചതിന് ശേഷം ഒന്ന് സ്വയം പറയാൻ നോക്കുക. സ്ക്രീനിലേക്ക് നോക്കാതെ സ്വയം പറയാൻ കഴിയുന്നുണ്ടോ നോക്കുക. ഇങ്ങോട്ടൊന്നൊരു പേപ്പറിൽ എഴുതുക. എഴുതിയിട്ടത് സക്സസ് ആണെങ്കിൽ തീർച്ചയായും 2 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിൻറ്റ്, എക്സ്പ്ലെയിൻ ദി മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോൾവേ പ്രോസസ്സ് എന്നറിയപ്പെടുന്ന സോഡിയം കാർബണേറ്റിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിശദീകരിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം റോ മെറ്റീരിയൽ, ഒരു സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന വാഷിംഗ് സോഡ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെ? ലൈം സ്റ്റോൺ വേണം, അതായത് കാൽസ്യം കാർബണേറ്റ്. അമോണിയ വേണം, ആൻഡ് ബ്രൈൻ സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ വേണം. ഓക്കെ, ഇൻ ദിസ് പ്രോസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ലൈം സ്റ്റോൺ ഈസ് പാസ്ഡ് ത്രൂ ബ്രൈൻ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. ആ ഒരു വാക്ക് പഠിച്ചു വെച്ചാൽ വളരെ സൗകര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ലൈം സ്റ്റോൺ എന്ന വാക്ക് കണ്ടോ? ഇനിയിപ്പോൾ അതില്ലെങ്കിലും തിരക്കടില്ല, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് മാത്രം അവിടെ ഉണ്ടായാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ബ്രൈൻ സൊല്യൂഷൻ
സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ, അത് പഠിച്ചു വെച്ചൂടെ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ബ്രൈൻ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. ഇതാണ് വാഷിംഗ് സോഡയുടെ നിർമ്മാണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. റെഡി. 4ാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷനാണ് പറയാൻ പോകുന്നത്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതായത് ബേക്കിംഗ് സോഡ എന്നൊരു പേരുണ്ട് ഇതിന്. ബേക്കിംഗ് സോഡ, അപ്പക്കാരം. അപ്പോൾ അപ്പക്കാരം എങ്ങനെ നിർമ്മിക്കാം അതവിടെ കൊടുത്തു കണ്ടോ നിങ്ങൾ. ആ ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോഡിയം കാർബണേറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. റെഡി. സോഡിയം കാർബണേറ്റ് ലായനിയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുക. അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് കിട്ടും. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. കാൽസ്യം ഓക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എങ്ങനെയാണ് നിർമ്മിക്കുക? ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് മതി. കാൽസ്യം കാർബണേറ്റിനെ നന്നായി അങ്ങോട്ട് ചൂടാക്കിയാൽ കാൽസ്യം ഓക്സൈഡ് കിട്ടും, CaO. CaOക്കൊരു പ്രത്യേക പേരുണ്ട്, ക്യുക്ക് ലൈം എന്നാണ് അതിനെ അറിയപ്പെടുക, ക്യുക്ക് ലൈം. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ ക്യുക്ക് ലൈം ലഭിക്കും. അടുത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെ നിർമ്മിക്കാം? കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കാൻ വളരെ സിമ്പിളാണ്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് വേറെ പേരുണ്ട്, സ്ലേക്കഡ് ലൈം എന്നതിനെ അറിയപ്പെടും. സ്ലേക്കഡ് ലൈം. അപ്പോൾ അവിടെ പേരുകൾ നോക്കി, സ്ലേക്കഡ് ലൈം, ക്യുക്ക് ലൈം, ലൈം സ്റ്റോൺ എന്താണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണേ. അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. വാട്ട് ഈസ് മിൽക്ക് ഓഫ് ലൈം ആൻഡ് ലൈം വാട്ടർ? Slaked lime is white solid sparingly soluble in water. A suspension of slaked lime in water is called milk of lime. ഈ സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുറച്ചും കൂടെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റി രൂപത്തിൽ ഒരു മിൽക്ക് പോലെ ആക്കുക. നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കൂലേ, അതന്നെ, അതാണ് മിൽക്ക് ഓഫ് ലൈം. വൈറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നെങ്കിലും എഴുതി വെക്കണം. അതോടൊപ്പം അതെങ്ങനെ ഉണ്ടാക്കുക? സ്ലേക്കഡ് ലൈമിനെ വാട്ടറിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, വൈറ്റ് സൊല്യൂഷൻ. അതാണ് മിൽക്ക് ഓഫ് ലൈം. റെഡി. ഇനി കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ആ വൈറ്റ് കളർ അങ്ങോട്ട് പോകും, നല്ല തെളിഞ്ഞൊരു സൊല്യൂഷൻ കിട്ടും. അതിനാണ് ലൈം വാട്ടർ എന്ന് പറയാം, ലൈം വാട്ടർ. അപ്പോൾ ലൈം വാട്ടർ, മിൽക്ക് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം, ക്യുക്ക് ലൈം, ലൈം സ്റ്റോൺ. 5 പേരുകൾ. ആ 5 പേരുകൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് പ്രത്യേകം പഠിച്ചു വെക്കണേ. റെഡി. 7ാമത്തെ പോയിന്റിലേക്ക് വരാം. വാട്ട് ഈസ് ബ്ലീച്ചിങ് പൗഡർ? ഹൗ ഈസ് ഇറ്റ് പ്രിപ്പയർഡ്? എന്താണ് ബ്ലീച്ചിങ് പൗഡർ? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ബ്ലീച്ചിങ് പൗഡർ ഈസ് എ മിക്സ്ചർ ഓഫ് കാൽസ്യം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. കാൽസ്യം ക്ലോറൈഡിൻ്റെയും കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റിൻ്റെയും മിക്സ്ചറിനാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയാം. എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പയർഡ് ബൈ പാസിങ് ക്ലോറിൻ ഗ്യാസ് ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുക. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ ക്ലോറിൻ പാസ് ചെയ്താൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ലഭിക്കും. ബ്ലീച്ചിങ് പൗഡർ കിട്ടും. വരണ്ട ചുണ്ണാമ്പിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ഓക്കെ അല്ലേ? 8ാമത്തെ പോയിന്റിലേക്ക് വരാം. വാട്ട് ഹാപ്പൻസ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ? ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് ടേൺസ് മിൽക്കി കളർ ലഭിക്കും. ഇറ്റ് ടേൺസ്, ആ വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ടേൺസ് മിൽക്കി. എന്താ കാരണം? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ഇൻസോലിബിൾ കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് മൂലം. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ്, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ മിൽക്കിനെസ് ഡിസപ്പിയർ. ആ മിൽക്കി കളറായി നിൽക്കുന്നത് അങ്ങോട്ട് അപ്രത്യക്ഷമാകും. അതിൻ്റെ കാരണം എന്താ? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് സോല്യുബിൾ കാൽസ്യം ബൈകാർബണേറ്റ്.
ലയിച്ചു ചേരുന്ന കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്താൽ ആദ്യം മിൽക്കി കളർ കിട്ടും, കാരണം കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ മിൽക്കിനെസ് അപ്രത്യക്ഷമാകും. എന്തുകൊണ്ട്? കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ട്. പഠിച്ചു വച്ചാൽ മുതലാവും. വളരെ വളരെ പ്രധാനമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? ഹൗ ഈസ് ഇറ്റ് പ്രിപ്പയർഡ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? കാൽസ്യം സൾഫേറ്റിനെയാണ്, കാൽസ്യം സൾഫേറ്റ് ഹാഫ് H2O, കാൽസ്യം സൾഫേറ്റ് ഹാഫ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് H2O, അതിനാണ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുക. നിങ്ങൾ ഹെമി ഹൈഡ്രേറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിലും CaSO4 ഹാഫ് H2O എന്ന് പഠിച്ചു നോക്കുക. റെഡി. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സത്തെ ചൂടാക്കുക. ജിപ്സത്തെ 393 കെൽവിനിൽ വെച്ച് ചൂടാക്കിയാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. എന്തിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുക? എല്ല് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം പ്ലാസ്റ്റർ ഓഫ് പാരീസിനുണ്ട്. പ്രതിമ നിർമ്മാണത്തിന് ഉപയോഗിക്കും. പ്രതിമ നിർമ്മാണത്തിന്. റെഡി. 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിമെൻറ്റ്? സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം സിലിക്കേറ്റിൻ്റെയും കാൽസ്യം അലൂമിനേറ്റിൻ്റെയും മിശ്രിതമാണ്. ആ വാക്ക് പഠിച്ചു വെക്കുക. കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് അലൂമിനിയം സിലിക്കേറ്റ്. അലൂമിനിയം സിലിക്കേറ്റും കാൽസ്യം സിലിക്കേറ്റിൻ്റെയും പൗഡേർഡായ പൊടിയായ മിശ്രിതമാണ് സിമെൻറ്റ്. എന്തൊക്കെ സിമെൻറ്റിലുള്ളത്? ലൈം സ്റ്റോണും ക്ലേയും. ലൈം സ്റ്റോണും ക്ലേയും. അത് നന്നായി ചൂടാക്കി പൊടിച്ച് ചേർക്കുക. റെഡി. മാത്രമല്ല അതിലേക്ക് നമ്മൾ ജിപ്സം കൂടെ ചേർക്കും. ജിപ്സം ചേർക്കുമ്പോൾ എന്തിനാണ് ജിപ്സം ചേർക്കുന്നത്? സിമെൻറ്റ് പെട്ടെന്ന് സെറ്റാകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ജിപ്സവും ചേർക്കും. മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. മിനിമം എന്തെങ്കിലും ഓർത്തിരിക്കുക. കാൽസ്യം സിലിക്കേറ്റിൻ്റെയും അലൂമിനിയം സിലിക്കേറ്റിൻ്റെയും മിശ്രിതമാണ് സിമെൻറ്റ്. അതിൽ ജിപ്സം ചേർക്കാറുണ്ട്. എന്തിനാണ് എന്ന കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. 11ാമത്തെ പോയിന്റ്. വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്? സിമെൻറ്റ് സെറ്റാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ മിക്സ്ഡ് വിത്ത് സിമെൻറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ, സിമെൻറ്റ് സ്ലോലി സെറ്റ് ഇൻ ടു ഹാർഡ് മാസ്. ഉറപ്പുള്ളൊരു വസ്തുവായിട്ട് മാറും. ആർക്കപ്പോൾ അതറിയാത്തത്? കോൺക്രീറ്റ് നമ്മൾ പറയില്ലേ, ആ കോൺക്രീറ്റ്. എന്താണ് ഇതിന് കാരണം? ഡ്യൂ ടു ഹൈഡ്രേഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് സിമെൻറ്റ്. ഡ്യൂ ടു ഹൈഡ്രേഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് സിമെൻറ്റ്. സിമെൻറ്റ് മോളിക്യൂളുകളും ജലവും തമ്മിൽ ഹൈഡ്രേഷൻ നടക്കുന്നത് കൊണ്ടാണ് സിമെൻറ്റ് സെറ്റിംഗ് എന്ന് പറയുന്ന നല്ല ഉറപ്പുള്ളൊരു വസ്തുവായി മാറാൻ കാരണം. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഒരു താപമോചക പ്രവർത്തനമാണ്. ഓക്കെ. 12ാമത്തെ അവസാനത്തെ പോയിൻ്റ്. ഈ പോയിൻ്റ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. എ കോളും ബി കോളും ആയിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നോക്കാം. 3 കോളായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് സോഡ, അതിൻ്റെ ഫോർമുല Na2CO3 10H2O. ഓക്കെ. എന്തിനായി ഉപയോഗിക്കാം? ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ ഉപയോഗിക്കും. അതുപോലെ സോപ്പിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കും. ഗ്ലാസ്, പേപ്പർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കും. റെഡി. അടുത്തത് ബേക്കിംഗ് സോഡ, NaHCO3 എന്നാണ് ഇതിൻ്റെ ഫോർമുല. അപ്പക്കാരെന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ആളാണ്. ഇതെന്താണ്? കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കും. ക്വിക്ക് ലൈം, കാൽസ്യം ഓക്സൈഡാണ്, ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. അടുത്തത് സ്ലേക്കഡ് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, വൈറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കും. കാൽസ്യം കാർബണേറ്റ് ടു മേക്ക് ക്വിക്ക് ലൈം, സിമെൻ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, CaSO4 ഹാഫ് H2O, മേക്കിംഗ് മോഡൽസ്, സ്റ്റാച്യൂസ്, പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. എല്ല് പൊട്ടിയാൽ അവിടെ പ്ലാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കും. അടുത്ത ജിപ്സം, അതിൻ്റെ ഫോർമുല CaSO4 2H2O. എന്താണ്? സിമെൻറ്റ് പെട്ടെന്ന് സെറ്റാകാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ എൻ്റെ കൂടെ വേറെ പറയട്ടെ. CaSO4 എന്ന് മാത്രമാണെങ്കിൽ അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര്
CaSO4 എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പേര് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. പഠിച്ചു വെക്കുക. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ CaSO4 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വാട്ടർ മോളിക്യൂൾ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തത് സോഡ ആഷ് എന്ന് പറയുന്ന ആളാരാണ്? സോഡ ആഷ്. സോഡ ആഷ് എന്ന് പറഞ്ഞാൽ Na2CO3 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. Na2CO3 എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഫോർമുലുള്ള ആളെയാണ് സോഡ ആഷ് എന്ന് പറയാം. വാട്ടർ മോളിക്യൂൾ ഉണ്ടാവില്ല. എന്നാൽ വാഷിംഗ് സോഡയിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും? Na2CO3 10H2O. ഓക്കെ, അതാണ് വാഷിംഗ് സോഡ. ഈ പറഞ്ഞതിൻ്റെയൊക്കെ മലയാളം അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക, നന്നായി പഠിച്ചു വെക്കുക. ഫോർമുലയും അതോടൊപ്പം അതിൻ്റെ പേരും പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ശരി, എസ് ബ്ലോക്കിലെ ഈ 8 മാർക്ക് നമുക്ക് നേടാൻ നിങ്ങളെ ഈ 12 പോയിൻ്റ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.